നമസ്കാരം. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യ. കൂടാതെ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ലോകത്തിലെ മൂന്നാമത്തെ വലിയ രാജ്യവും. വ്യവസായശാലകൾ, വാഹനങ്ങൾ, വീടുകൾ, ബിസിനസ്സുകൾ എന്നിവയെല്ലാം പ്രവർത്തിപ്പിക്കാൻ ഇന്ത്യക്ക് ധാരാളം ഇന്ധനം ആവശ്യമാണ്. എന്നാൽ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം അമേരിക്കയെയും യൂറോപ്പിനെയും അതൃപ്തരാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുവിറയ്ക്കാതെ പിടിച്ച പിടിയാൽ റഷ്യക്കൊപ്പം നിൽക്കുന്നു. അത് ലോകത്തിന് എന്ത് സൂചനയാണ് നൽകുന്നത്? വിശദമായി നോക്കാം. 2022 റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ആരംഭിച്ചത് മുതൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള പല പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി. റഷ്യയെ ശിക്ഷിക്കുക, ഒറ്റപ്പെടുത്തുക എന്നതായിരുന്നു ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. എന്നാൽ ഈ പാശ്ചാത്യ രാജ്യങ്ങളെ പിന്തുടരാതെ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുകയായിരുന്നു. കാരണം റഷ്യ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നൽകാൻ തയ്യാറായിരുന്നു. ഇത് ഇന്ത്യക്ക് പണം ലാഭിക്കാനും രാജ്യത്തിൻ്റെ ഇന്ധന ആവശ്യങ്ങൾ സുരക്ഷിതമാക്കാനുമുള്ള ഒരവസരമായി മാറുകയും ചെയ്തു. മറ്റുള്ള രാജ്യങ്ങൾ തങ്ങളുടെ വിദേശ നയം തീരുമാനിക്കാൻ അനുവദിക്കില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തി എന്നതുകൊണ്ട് ഇന്ത്യയും അങ്ങനെ ചെയ്യണമെന്നില്ല. ഞങ്ങളുടെ ജനങ്ങൾക്ക് ഏറ്റവും മികച്ചത് എവിടെ നിന്നാണോ അവിടെ നിന്ന് ഞങ്ങൾ എണ്ണ വാങ്ങും എന്നതായിരുന്നു ഇന്ത്യയുടെ നിലപാട്. ഇതുമൂലം റഷ്യൻ എണ്ണ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ വിലയിൽ ഇന്ത്യക്ക് ലഭിച്ചു തുടങ്ങി. ഇത് ആഗോളതലത്തിൽ വില വർദ്ധിച്ചപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താൻ സഹായിച്ചു. ഇന്ത്യ എണ്ണ 85% ഇറക്കുമതി ചെയ്യുന്നുണ്ട്. റഷ്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യ ഒന്നോ രണ്ടോ ഉറവിടങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നു. അത്രയ്ക്കും കടുംപിടുത്തമില്ലാത്ത രാജ്യം കൂടിയാണ് റഷ്യ. മാത്രമല്ല, റഷ്യ ഇന്ത്യയുടെ പ്രതിരോധം, വ്യാപാരം, ഊർജം എന്നീ മേഖലകളിലെ ഒരു ദീർഘകാല പങ്കാളി കൂടിയാണ്. എണ്ണ വാങ്ങുന്നത് ഈ ബന്ധത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ട് മുൻപ് 1947 ഏപ്രിൽ 13 ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ട് മുൻപ് 1947 ഏപ്രിൽ 13 ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം സാമ്പത്തിക സ്വയം പര്യാപ്തത നേടാൻ ശ്രമിച്ചപ്പോൾ സോവിയറ്റ് യൂണിയൻ ഒരു പ്രധാന പങ്കാളിയായി മാറി. ഭിലായ്, ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റുകൾ, മറ്റ് നിരവധി വ്യവസായങ്ങൾ, ഊർജോൽപാദനം തുടങ്ങിയ മേഖലകളിൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ സഹായിച്ചു. IIT ബോംബെ സ്ഥാപിച്ചതും ഈ സഹായത്തിന്റെ ഫലമായിട്ടാണ്. 1962 ചൈന ഇന്ത്യ യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിച്ചു. സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ പ്രധാന ആയുധ വിതരണക്കാരനായി മാറി. MiG-21 പോലെയുള്ള യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്തത് ഈ ബന്ധത്തിന്റെ പ്രധാന ഉദാഹരണമാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് അമേരിക്കയും ചൈനയും പാകിസ്ഥാനെ പിന്തുണച്ചപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ കൂടെ നിന്നു. ഇതേ വർഷം ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന സൗഹൃദ സഹകരണ ഉടമ്പടി ഒപ്പുവെച്ചത് ഈ ബന്ധത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ഇന്ത്യ റഷ്യൻ ഫെഡറേഷനുമായി പുതിയ നയതന്ത്ര ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ഈ സമയത്ത് ഇരു രാജ്യങ്ങളും സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ ബന്ധത്തിൽ ചെറിയ ഇടിവ ഉണ്ടായിരുന്നു. എന്നാൽ 1993 സൗഹൃദ ഉടമ്പടിയിലും 1994 സൈനിക സാങ്കേതിക സഹകരണ ഉടമ്പടിയിലും ഒപ്പുവെച്ച ബന്ധം വീണ്ടും ശക്തിപ്പെടുത്തി. 2000 റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യ സന്ദർശനത്തോടെ ഈ ബന്ധം ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുവന്നു. ഇത് ഇന്ത്യ റഷ്യ സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്ന ഘടകമായി. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ സൈനിക സാമ്പത്തിക മേഖലകളെയും കടന്ന് വിവിധ മേഖലകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. റഷ്യ ഇപ്പോഴും ഇന്ത്യയുടെ പ്രധാന ആയുധ വിതരണക്കാരാണ്. S-400 മിസൈൽ സംവിധാനങ്ങൾ, ബ്രഹ്മോസ് മിസൈലുകൾ, അന്തർവാഹിനികൾ, ടാങ്കുകൾ തുടങ്ങിയവ ഈ സഹകരണത്തിന്റെ ഭാഗമാണ്. രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യയെ സഹായിച്ച ഒരു വിശ്വസ്ത സുഹൃത്തായിട്ടാണ് റഷ്യയെ കാണുന്നത്. ട്രംപിന്റെ വിരട്ടലിലൊന്നും അത് പോവില്ല. അതേസമയം ഇന്ത്യയുടെ ഈ ഒരു തീരുമാനത്തിൽ പല പാശ്ചാത്യ രാജ്യങ്ങളും അതൃപ്തരാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യ റഷ്യക്ക് പണം സമ്പാദിക്കാൻ സഹായിക്കുന്നുവെന്നും ഇത് റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള രാജ്യങ്ങളുടെ ശ്രമങ്ങൾക്ക് വിരുദ്ധമാണെന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ്. നിലപാട് മാറ്റില്ല എന്ന് റഷ്യയ്ക്കും നന്നായി അറിയാം. അത് ഊട്ടി ഉറപ്പിക്കാൻ കൂടി വേണ്ടിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഈ മാസം അവസാനം ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തുന്നത്.